ഈ ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ബസ്സിനെ പറ്റി പറഞ്ഞേ. ഫോൺ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ലൈറ്റ് ഒക്കെ കത്തി കളറായിട്ട് നിൽക്കുന്നത്, ഇതാണ് നത്തിങ്. നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്ലവറായിട്ട് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് നത്തിങ്. നമുക്കറിയാം ഇവര് ജസ്റ്റ് 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ $1 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈഫ് ടൈം സെയിൽസ്. ട്രാൻസ്പെറന്റ് ബാക്ക്, അതേപോലെ തന്നെ ലൈറ്റിംഗ്, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളും കൊണ്ടുപോയിട്ടാണ് നത്തിങ് മാർക്കറ്റിൽ എത്തുന്നത്. അപ്പം മറ്റ് ചൈനീസ് ബ്രാൻഡുകളല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആളുകളിലേക്ക് വന്നു. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും തുടങ്ങി. അപ്പം ഫസ്റ്റത്തെ 2 സീരീസ് ഇവർ ഇതേമാതിരി ലൈറ്റും പരിപാടിയൊക്കെ കത്തിച്ച് നടത്തി. അപ്പം 3ാമത്തെ സീരീസ് ഇറക്കുമ്പോൾ അവർക്കറിയാം ഇതെന്തായാലും വർക്ക് ആവില്ലാന്ന്. കാരണം അതല്ലാതെ നത്തിങ്ങിൽ ഇനിയിപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ലൈറ്റ് എത്തുന്ന പരിപാടിയിലൊന്നും ഇനി ആളുകൾ എന്താവില്ല, എൻഗേജ് ആവില്ല. അപ്പം ഇനി ആളുകൾ ഇത് ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം, മാർക്കറ്റിൽ ഇല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ ഇവർ നേരെ ഇത് ഐഫോണിൻ്റെ സാംസങ്ങിൻ്റെ പ്രൈസ് ഇട്ടിട്ട് ഇവരൊരു മിഡ് റേഞ്ച് ഫോൺ ഇറക്കി. നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ എത്രത്തോളം കാലം ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ എത്രത്തോളം അത് ചർച്ച ചെയ്യുന്നത്, അതാണ് അവരുടെ വിഷയം. ആലോചിച്ച് വെറും 4 വർഷമായിട്ടുള്ളൂ. ഇവിടെ എത്രത്തോളം ചൈനീസ് കമ്പനീസ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബോളിവുഡ് സെലിബ്രിറ്റീസിനെയും ക്രിക്കറ്റ് സ്റ്റാർസിനെയും ഒക്കെ വെച്ചിട്ട് ഇവർ എത്രത്തോളം ആഡ് ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഇവരൊരു സെയിൽസ് അടിക്കുന്നത്. അവിടെ ഇങ്ങനെ ചുമ്മാ ചെറിയ മാർക്കറ്റിംഗ് ഗിമ്മിക്സ് കാണിച്ചിട്ടാണ് ഈ കമ്പനി കയറി വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഓണ്ടർപ്രണർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മളെപ്പോഴും ക്ലവറായിട്ട് ചിന്തിക്കുക.